വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ജേണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇന്നൊരു വെറൈറ്റി ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജേണൽ സപ്ലൈസ് ഒക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനും പറ്റും, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. പക്ഷേ ചില ആളുകൾക്ക് ജേണലൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ ഇവർക്ക് ചിലപ്പോൾ വാങ്ങിക്കാനും പറ്റുന്നുണ്ടാവില്ല. അതുപോലെ ഈ ചിത്രമൊക്കെ വരച്ചിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെവർക്ക് വേണ്ടിയും അല്ലാത്തവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ജേണൽ സപ്ലൈസ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ട, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ട. പിന്നെ എങ്ങനെ ഇതുപോലൊരു ബുക്ക് ഉണ്ടായാൽ മതി. ഒരുവിധം ജേണൽ സപ്ലൈസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ അനിയൻ്റെ ബുക്കാണ്. അപ്പോൾ CBSEയിലെ ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ CBSEയിൽ വരുന്ന ഒരു LP ക്ലാസ്സിലൊക്കെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ ഇതുപോലത്തെ കുറച്ച് സീനറി പിക്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ് ഒക്കെ വരുന്ന ഭാഗത്ത് ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് 1, 2 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നമ്പേഴ്സിൻ്റെ സർക്കിൾ നമ്പേഴ്സിൻ്റെ പിക്ചർ കിട്ടും, കണ്ടോ. പിന്നെ അതുപോലെ ഇവിടെ കുറേ കോയിൻസ്, അതേപോലെ ഈ ക്ലോക്ക്, അങ്ങനത്തെ ഒക്കെ വിൻറ്റേജ് ടൈപ്പ് വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇനി കോഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ബുക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്യൂട്ട് പിക്ചേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ യൂസ്. പിന്നെ ഈ നമ്പേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ അവിടെ വരുന്നതാണ്. പിന്നെ കോഡ്സ് നമുക്ക് ഇംഗ്ലീഷ്, സയൻസ് അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോഡ്സും കിട്ടും. പിന്നെ കുറച്ച് സീനറി പിക്ചേഴ്സ് ആണ്. എന്നാൽ ഇനി ഇത് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാം. ആദ്യം തന്നെ ബുക്കിൽ നിന്ന് കുറച്ച് വേർഡിങ്സ് വരുന്ന ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തു. പിന്നെ നമ്മൾ സീനറി പിക്ചർ ഒന്ന് വെച്ചു. പിന്നെ നമ്മൾ കോഡ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിക്കർ, ഒരു ക്ലോക്കിൻ്റെ സ്റ്റിക്കർ, ജസ്റ്റ് അതുപോലെ പേപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചത്. ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടെടുത്ത ആ 1 ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചെടുത്തു. ദെൻ അഗെയിൻ ഒരു കോട്ട് പോലെ തോന്നിക്കുന്ന ബ്രൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെട്ടിയെടുത്ത സർക്കിൾ സ്റ്റിക്കർ, അതൊരു യെല്ലോ സർക്കിൾ ഇങ്ങനെ സൈഡിലായിട്ടും പിന്നെ ഒരു പിങ്ക് സർക്കിൾ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ആ മുകളിൽ കോട്ടിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജേണലാണ്. അപ്പോൾ ഇനി ആരും ജേണൽ സപ്ലൈസ് ഇല്ലാന്നൊന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെയും ജേണൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.